നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമോ നമ. ദക്ഷയാഗം. എന്നിങ്ങനെ മുനീന്ദ്രോക്തികൾ കേട്ടുടൻ അന്നേരമാനന്ദശാലി വിദൂരരും ചെമ്മീ തൊഴുതു ചോദിച്ചാനന്ദഹോ തന്മകൾ തന്നെ വേട്ടോരു മകേശനിൽ വൈരം പ്രജാപതിക്കുണ്ടായി ചമഞ്ഞതിൻ കാരണം നേരെ തിരിച്ച് അരുൾ ചെയ്യവേ. എങ്കിലോ കേട്ടുകൊൾക്കെന്നു ഉരചെയ്തത സങ്കലിതാനന്ദമോട് അരുളി ചെയ്താൻ. മുന്നം പ്രജാപതിമാർ ചെയ്ത സത്രപു തന്നിലമ്മാറെഴുന്നള്ളി മഹേശ്വരൻ ചെന്നാനവിടേക്കു ദക്ഷനും കൂടവേ. വന്നതു കണ്ടഖിലേശ്വരനീശ്വരൻ പ്രത്യുപോദാനങ്ങളാദികളൊന്നുമങ്ങ് അത്തരം ചെയ്ത ഇല്ലായയാലക്ഷണം. കോപം വളർന്നു ശപിച്ചാൽ മഹേശനെ താപേന സത്ര കവിർഭാഗമങ്ങുതേ. മേലിൽ ഇതും മുതലായൊഴിഞ്ഞിടുമേ കാലവും നന്നായിരിക്കുന്നു കേൾക്കുന്നവൻ നവിഷങ്കവും ചെയ്തിരിക്കും വിധൗ. മാനം കലർന്നേഴും നന്ദികേശൻ തഥാ ദക്ഷനെയും അനുചാരികൾ തമ്മേയും ഉൾക്കാമ്പിൽ നേരറിവില്ലായകയാലിനി തത്വാർത്ഥബോധ വിചാരമില്ലായകയേ എന്നു ഉൾത്തൂർന്ന കോപാൽ ശപിച്ചിതു കൂടവേ. ഭൃത്യരെ കൂടെ ശപിച്ചതു കേൾക്കയാൽ എത്രയും കോപം കലർന്നു ഭൃഗുമുനി ചിത്തെ വളർന്ന പരിഭ്രമത്തോടുടൻ മൃത്യുജയഭക്തരാമവർ തമ്മേയും പാഷണ്ഡികളായി ചമകന്ന ശാപവും രോഷേണ ചെയ്തു വേഗേന വാങ്ങിടിനാൻ. ഭൂദേശനും എഴുന്നള്ളിനാൻ ദക്ഷനും യാതനങ്ങു ബൃഹസ്പതി യജ്ഞവും കോപ്പിട്ടുകൊണ്ടാൻ ജഗത്രയവാസികൾ കോപ്പിട്ടതൊന്നു ചെന്നിടിനോരൊക്കവേ. നാനാദിഗന്ധരം തോറും മരുവിന നാനാപ്രമുഖരും ദക്ഷയാഗോത്സവം കാൺമതിന്നും ശ്രമിപ്പാനായിക്കൊണ്ട് അധികാത്മനായ സംപരിതോവ ചാരൈ സമം. പോകുന്ന ഘോഷങ്ങൾ കണ്ടുമാകന്തതാൽ ഏകാഗ്രചിന്തയാ കേട്ടു സതീദേവി പോകയില്ലങ്ങു തനിക്കും അകതാരിൽ ആകാംക്ഷയുണ്ടായി ചമഞ്ഞതു തന്നെ. ജീവനാഥൻ പരമേശ്വരനോട് അനുഭാവമോദാൽ ഉണർത്തിച്ചാൽ പുണർന്നുടൻ നാദാ ഭവാൻ കേട്ടതില്ലയോ മൽപിതാവ ആദരാലങ്ങൊരുമ്പെട്ടയാഗോത്സവം നാനാമഹത്തുക്കളും പുനരങ്ങതീ ആനന്ദമോടു പോകുന്നു നിരന്തരം. നാം എന്തടങ്ങിയിരിക്കുന്നതിങ്ങനെ കാമപ്രദാ പ്രഭോ പോകേണ്ടതല്ലയോ. ഇന്നിന്നങ്ങു നാം ചെന്നതില്ലെങ്കിൽ മറ്റെന്നിനി വേണ്ടു വിചാരിക്ക മാനസേ. പോകേണമെനിക്കിന്നമ്മയെയും മമ പ്രാഗ്ജാതന്മാരെയും
കാണുമാറില്ല ഞാൻ. എല്ലാരുമുണ്ടങ്ങു വന്നിട്ടവിടെ നാം അല്ലാതെയുള്ളവരില്ലൊരു സംശയം. അച്ഛനു നമ്മോട് പണ്ടുള്ള വൈരങ്ങൾ ഇച്ഛയാതീരു ഒരുമിച്ചു കാണുമ്പോൾ. കച്ചേ മുലത്തയ്യലിത്തമാകൂതങ്ങൾ ഉൾച്ചേർന്നതെല്ലാം പുണർന്നുണർത്തിച്ചതിൽ വിശേഷനേറിയ കൗതുകം മായയോർത്ത് അച്ചോ ഭവിച്ചു വളർന്ന കുതൂഹലാല്. വിസ്മയം പൂണ്ട് മന്ദസ്മിതം ചെയ്തു സംബിൽ സുതാരൂപിണിയോട് അരുളി ചെയ്താൻ. ഭദ്രേ തവഹിതമായതു ചെയ്യിലുണ്ടെത്രയുമേറ്റം ഉപദ്രവമോമലേ. ബന്ധുക്കളെ ചെന്നു കാണേണമെന്നു നിൻ അന്തർമനസീ ഭവിച്ച വിചിന്തിതം. പണ്ടേ പരക്കെ എല്ലാവർക്കും ഉള്ളോന്നതി ഒന്നുണ്ടാക വേണം അവർക്കും അങ്ങാഗ്രഹം. ബന്ധമുണ്ടായിൽ ചൊല്ലുവാനതി ബന്ധുത്വമായതെന്നുള്ളതും നിർണയം. ബന്ധുത്വമായതും വാത്സല്യലക്ഷണം. ബന്ധമില്ലാതെ വൈരാംഗമരിത്വവും. ബന്ധുക്കൾ തമ്മിൽ വാത്സല്യം ഇല്ലെങ്കിലോ ബന്ധുക്കളവരെന്നു അറിക നീ. ബന്ധുവാത്സല്യം ദക്ഷനു നമ്മിലില്ല. അന്ധത്വമത്രേ നമുക്ക് തോന്നുന്നതും. ബന്ധുത്വമുണ്ടു ശത്രുത്വത്തിലും നല്ല. ബന്ധുശത്രുക്കൾ ശത്രുക്കളാകുന്നതും. ബന്ധുത്വമോർത്തങ്ങു നാം ചെന്നകപ്പെട്ടാൽ ബന്ധുത്വമാചരിച്ചിടുകയില്ലടോ. ബന്ധിച്ചു ധിക്കരിച്ചിടുകയും ചെയ്യും. ബന്ധമില്ലപ്പോൾ അവിടെ നിന്നിടുവാൻ സത്യജിച്ചിങ്ങു തിരിഞ്ഞു പോരുന്നതും സന്താപകാരണമായി വരും വല്ലഭേ. ചിന്തിക്ക വല്ലാത്യധികൃതിയെങ്കിൽ മറ്റന്തർമനസ്സീ മുഴുക്കും അമർഷവും. ഏറ്റം അമർഷം മുഴുത്തു വരുമ്പോഴത് ഏറ്റുപോം ബന്ധുത്വവും മറന്ന് അഞ്ജസാ. ചീറ്റം തീരണ്ടുടൻ എഴുന്നേറ്റു നിൽക്കുന്നവർ തോറ്റിടരുതെന്നൊരുമ്പെടും ഏവരും. അപ്പോൾ അവിടെ ബന്ധുക്കളായുള്ളവർ ശില്പമാക്കിയിടുവാൻ ഉള്ളവരല്ലടോ. ദക്ഷൻ അറിയാതിരിക്കയില്ലങ്ങവ ഒക്കെ നിരൂപിച്ചുപേക്ഷിച്ചു നമ്മെയും. മുൽപ്പാടു വാത്സല്യമങ്ങേറിയോര് അൽപേതരാത്മജ നീയതു നിർണയം. ഇപ്പോൾ അവിടെ എന്നോടൊരുമിക്കയാൽ അപ്രേമമങ്ങനെ കുറഞ്ഞുതുലോ. മുക്തേ മുഹുരിവയൊക്കെ നിരൂപിച്ചു നിൽക്കേണമങ്ങു പോയാൽ ഗുണമായി വരാം. തപ്പില്ലതെന്നു നാൻ തന്നെ ചെൽകിലും മൽപ്രിയയെ അനാതൃതയായേ വരൂ. അപ്പോൾ അതു ദുഃഖ കാരണമായി വരും. ഇപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിനി ഞാൻ പറയുന്നതു കേട്ടിങ്ങടങ്ങുക. തെഞ്ചോരുമാനന്ദവാണി ഗുണാലയേ. അപ്പോൾ അതു ദുഃഖ കാരണമായി വരും. ഇപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിനി ഞാൻ പറയുന്നതു കേട്ടിങ്ങടങ്ങുക. തെഞ്ചോരു ആനന്ദവാണി ഗുണാലയേ. മാതാവിനെയും മഹാശ്രേഷ്ഠന്മാരെയും
വ്രാതേന കാൺമതിന്നാശയുണ്ടെങ്കിലോ യാഗം കഴിഞ്ഞു പിരിഞ്ഞു മുന്നമേ വേഗേന ചെന്നു കാണാം കഥാചിൽ പ്രിയേ. ഏവം അരുൾ ചെയ്തുടൻ സമാധിസ്ഥനായി ദേവദേവേശൻ ഉറച്ചിരുന്നിടിനാൻ. ദേവിയും പോകയിലാശ മുഴുത്തു നിൽക്ക് ആവതല്ലാഞ്ഞുടറി പുറപ്പെട്ടു താനേ നടന്നതു കണ്ടു ഭൂതങ്ങളും മാനസ സംഭ്രമം പൂണ്ടുഴറി ദ്രുതം കൂടെ പുറപ്പെട്ടു ചെന്നു ചുഴന്നു കൂടിയിടുന്നവർ വിഷമേന്ദ്രോപരി മുതാ. ഭീതിയൊഴിച്ചു വച്ചാശു വളർന്ന് സംപ്രീതിയോടെ ബഹുമേള സമന്വിതം ചെന്നങ്ങു ദക്ഷ പ്രജാപതി തന്നോടെ സന്നിധിങ്കലടുത്തോരു ദേവിയെ കണ്ടു ബഹുമാനമുൾക്കൊണ്ടവരവർ കൊണ്ടാടി മാനിച്ചു വാഴ്ത്തി നിൽക്കും വിധവും കണ്ടാരുടനങ്ങു ദക്ഷാനുചാരികൾ പണ്ടവർക്കുള്ളിൽ മഹേശനിൽ ചേർന്നേഴും വൈരം നിമിത്തമായപ്പോൾ മഹേശ്വരി ഗൗരിയിലും വളർന്നുള്ള വൈരത്തിനാൽ ഭാഷണം കേജിൽ തുടങ്ങിനാരീശ്വര ദൂഷണാദ്യങ്ങൾ തൊട്ടോരോ വിധങ്ങളാൽ യോഷിൽ പ്രവരെയും തന്മനോനായക ദീക്ഷികൾ തമ്മുടെ വൈരാനുബന്ധങ്ങൾ ചേരാതോരോന്നനേകവിധം കേട്ടും ഓരോന്നു കണ്ടു ആകന്ത പോയി ചെന്നുടൻ നിജജനകനീകട മുഭഗമഗമ്യ നിന്നിടിനാൾ. നീരത ശ്യാമള കോമളാരൂപിണി തതനുമിഴിമുനകളിൽ അണഞ്ഞിരിക്കുന്നവൻ തൽസൂതൻ തന്നെ ഞാൻ കണ്ടതില്ലെന്നേഴും അതിഗതിയോടധികത വെറുപ്പു കാട്ടി കറുത്തതും സഹജ രൗകമാകന്ത കണ്ട് ഏറ്റവും ബഹുവിധ വിഭാഷണം പിന്നെയും ചെയ്വതും വേണ്ടിയതില്ലെന്നു ചൊല്ലില പോലെന്നവൻ സമയമതു പൊഴുതിലുടനകില ജനനിക്കുതാൻ സഖ്യമല്ലാതെ ശോകേന കോപാനലൻ ബദമുതിരമഴകിനോടടുത്തു പൊങ്ങും വണ്ണം വേകാലകില മാതാവിൻ മുഖാംബുജം മറയും മളവണി മിഴികളായ കോണത്വയേ മാരിതോകി തളർന്നിടും ദശാന്തരെ ചിത്തെ വിചാരിച്ചു കണ്ടാലിവനുടെ പുത്രിയായി നിന്നതുകൊണ്ടു സഭാന്തരേ വിദ്രൂതമേറ്റു നിഷിദ്ധയായ എനിക്ക് ഇത്തം ഭമിക്കും എനിക്കില്ലെന്നീശ്വരൻ നിശ്ചയിച്ചെന്നോട് അരുൾ ചെയ്തേറിയോര് അച്ചാവശേന കേളാതെ കണ്ടിങ്ങു ഞാൻ ഹരേ നാരായണ നാരായണായ പരമാത്മനേ